പൊതുസമൂഹത്തിന് കാട്ടിക്കൊടുത്ത് ഉത്തരവാദിത്വങ്ങളെ കൃപയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നത IAS ഉദ്യോഗസ്ഥൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ. താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശക്തനായ വ്യക്തിത്വം. ലോക വ്യോമയാന ഭൂപടത്തിൽ കൊച്ചു കേരളത്തെയും ഉൾപ്പെടുത്തുന്നതിന് പിന്നിലെ ശക്തമായ കരങ്ങൾ. കേരള നാടിനും കത്തോലിക്ക സഭയ്ക്കും അഭിമാനമായ ശ്രീ VJ കുര്യൻ IAS അവരുകളെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാവ് ജോസഫ് പെരുന്തോട്ടം, അഭിമന്യ പൗവത്തിൽ തിരുമേനി, അഭിമന്യ തറയിൽ തിരുമേനി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഡോക്ടർ ഫിലിപ്പ് വടക്കേക്കുളം, ഫാദർ ജോർജ് കൊച്ചുപറമ്പിൽ, ഫാദർ ജോൺ മണക്കുന്നേൽ, റവറൻ ഡോക്ടർ ടോം പുത്തൻകുളം, റവറൻ ഡോക്ടർ ജോസഫ് ബുണ്ടകത്തിൽ, റവറൻ ഫാദർ ഗ്രിഗറി ഓണക്കുളം, അഡ്വക്കേറ്റ് ജോർജി ചെറിയിൽ, ബഹുമാനപ്പെട്ട CF തോമസ് സാർ, സ്നേഹമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ സ്വല്പം താമസിച്ചു പോയി. അതുകൊണ്ട് എല്ലാ പ്രസംഗങ്ങൾക്കും കേൾക്കാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇടവക ദിനം ഏതു രൂപതയ്ക്കും ഒരു മാറ്റ് കൂട്ടുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബഹുമാന അഭിവന്യ പിതാവ് പറയുണ്ടായി, ഏതാണ്ട് കഴിഞ്ഞ 180 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചടങ്ങാണിത്. കൂടാണ്ട് ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൃത്യമായിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങായിട്ട് ഇതിനെ കാണുന്നു. എല്ലാവർക്കും ഒരു കൂട്ടായ്മ, ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഇടവകങ്ങളും ഭക്ത സംഘടനകളുടെ പ്രതിനിധികളും എല്ലാം ഒത്തുചേരുന്ന ഈ അവസരം തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ആഘോഷത്തിന്റെ ഒരു വേള തന്നെയാണ്. എനിക്ക് ആകെ ഒരു ചെറിയൊരു കുറവ് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഞാൻ ചൂണ്ടിക്കാട്ടുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു കുർബാനയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. കാരണം ഞാൻ ഇത്തിരി ലേറ്റ് ആകാൻ കാര്യം, രാവിലെ കുർബാനയ്ക്ക് പോയിട്ട് വരാനായിട്ടുള്ള താമസം കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടാണ് തോന്നി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതും ഒന്ന് ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ബഹുമാനപ്പെട്ട പിതാക്കളും ഒക്കെ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്നിരുന്നാലും തീർച്ചയായിട്ടും ചങ്ങനാശ്ശേരി അതിരൂപത എനിക്ക് അന്യനല്ല. കാരണം ഞാൻ പാലാ രൂപതയിൽ എടമറ്റം എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന് ആളാണ്. അങ്ങനെ ഞാൻ പാലാ രൂപതക്കാരനാണ്. എൻ്റെ 2 സഹോദരിമാരെയും ചങ്ങനാശ്ശേരി രൂപതയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നല്ല കുടുംബ ബന്ധങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്നാലും ചങ്ങനാശ്ശേരി എനിക്ക് ഒട്ടും അന്യമല്ല. എന്നിരുന്നാലും കാര്യമായിട്ടുള്ളൊരു പരിപാടിയിൽ എനിക്ക് ഒരിക്കലും വരാൻ സാധിച്ചിട്ടില്ല. അതിനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട പിതാക്കന്മാരോട് പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും സഭ ഇന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസരമാണ്. ഞാൻ പറഞ്ഞത് തീർച്ചയായും ഇന്ന് ക്രൈസ്തവ സഭയുടെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സഭയെ ഇഗ്നോർ ചെയ്യാൻ അല്ലെങ്കിൽ അവഗണിക്കാൻ പറ്റാത്ത വിധത്തിൽ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംഘമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഒരു കാലത്ത് ആൾക്കാർ മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ച മേഖലകളിൽ ക്രൈസ്തവ സഭ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം നൽകിയ ഒരു സേവനം ആർക്കും അവഗണിക്കാൻ പറ്റാത്ത തരത്തിലായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചവറ കുര്യാക്കോസ് ഏലിയാസച്ചനും ഒക്കെ പള്ളിയുടെ ഒപ്പം പള്ളിക്കൂടം എന്നൊരു തത്വമായിട്ട് മുന്നോട്ട് വന്നിട്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇത്രയും വിദ്യാഭ്യാസ മേഖലയിൽ വളരാനായിട്ട് ഇടയായത്. അന്ന് കാലത്ത് സവർണർക്ക് മാത്രം അല്ലെങ്കിൽ സമൂഹത്തിൽ മുന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം കിട്ടിയിരുന്ന ഒരു സൗഭാഗ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാർക്ക് സാധിച്ചിട്ടുണ്ട്.
അതിനുശേഷം ആതുര സേവന രംഗത്തും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെറിയ ക്രൈസിസും കൂടെ പോവുകയാണ്. ഒരു കാലത്ത് നമ്മളെല്ലാവരെയും ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയൊക്കെ ഫലങ്ങളായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുള്ളതൊക്കെ നമുക്ക് കെട്ടിപ്പടുത്താൻ സാധിച്ചെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വന്നിരിക്കുന്ന അകൽച്ചകള്, പ്രശ്നങ്ങളൊക്കെ ഇന്ന് സഭയെ വല്ലാണ്ട് അലട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, നമ്മളൊരു പുതിയ രംഗത്തിലേക്ക് മാറണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഒരു കാലത്ത് ആതുര സേവനവും വിദ്യാഭ്യാസമായിരുന്ന നമ്മുടെ പ്രധാന പോരായ്മയെങ്കിൽ ഇന്ന് സഭയും സമൂഹത്തെയും അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം ഇന്ന് ഈ പ്രായം ചെന്ന ആൾക്കാരെ നോക്കാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായി, ഞാനൊക്കെ വലിയ ഒരു കുടുംബത്തിൽ ജനിച്ച, ഞങ്ങൾ 6 ആണുങ്ങളും 3 പെൺകുട്ടികളും ഉണ്ടായിരുന്ന ഒരു കുടുംബമായിരുന്നു. കാരണം അന്നേരം നമ്മൾ ആ ഒരു കുടുംബാന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പഠിച്ച ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അവരുടെയൊക്കെ ആ സെൽഫിഷ്നെസ് കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും ഇത് വളരെ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തിന്റെ ഒരു ലാഞ്ചനയാണെന്ന് പോലും നമ്മൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നു. അണുകുടുംബങ്ങള് സാക്രിഫൈസ് അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനായിട്ട് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തൊരു സമൂഹമാണ് നമുക്ക് കാണുന്നത്. അതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ചെറുപ്പക്കാരിലുണ്ടാകുന്ന ഡൈവേഴ്സുകള്, കുടുംബ കോടതികളിൽ വരുന്ന കേസുകള്, ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനമാണ്. പലപ്പോഴും എനിക്കൊക്കെ തോന്നിയിരിക്കുന്നത് നമ്മൾ പേരൻസ് ആണ് ഇതിനൊക്കെ കുറ്റക്കാര് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. കാരണം ഞാനൊക്കെ ജനിച്ചു വളർന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെയൊക്കെ അമ്മ എത്ര ലേറ്റായിട്ട് കിടന്നാലും രാവിലെ എണീറ്റ് പള്ളി പോകണമെന്ന് നിർബന്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ പിതാവ് വക്കീലും ഒരു കർഷകനുമായിരുന്നു. പക്ഷെ എന്റെ അമ്മ 4ാം ക്ലാസ്സുകാരത്തി ആയിരുന്നെങ്കിൽ പോലും ആ അമ്മയുടെ ഒരു പ്രാക്ടിക്കൽ സെൻസ് എനിക്ക് തോന്നുന്നു നമ്മളിൽ പകർന്നു തന്ന വിശ്വാസവും ശരണവും എനിക്ക് തോന്നുന്നത് ഇത് നമുക്കൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. കാരണം പ്രതിസന്ധികളെ നേരിടാനും അതിനെ ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ഷമ നമുക്ക് നമ്മുടെ ഈ പുതിയ യുവജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കുറേയധികം നമ്മുടെ കുട്ടികൾ ഡൈവോഴ്സിൽ പോകുന്നു, മറ്റേ മയക്കുമരുന്ന് മേഖലയിലേക്ക് പോകുന്നു, ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളിൽ ഉണ്ടായിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവരെന്ന നിലയ്ക്ക് നമുക്ക് പകർന്നു തന്ന ദൈവവിശ്വാസവും ശരണവും നമ്മൾക്ക് എത്ര മാത്രം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റാത്തതിന്റെ ഒരു ലാഞ്ചനയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാനൊക്കെ 1ാം ക്ലാസ് തൊട്ട് ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ എന്തും ഞങ്ങൾ കുർബാനയ്ക്ക് പോയിരുന്നു. ആ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും അതിലുണ്ടാകുന്ന ഒരു വിശ്വാസവും ശരണവുമാണ് എന്നെയൊക്കെ ഇത്രയും നിലയിൽ എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ബോർഡിങ്ങിൽ പോകണം, പിന്നെ വീട്ടിൽ വന്നാൽ പോലും സമ്മർ ക്ലാസ്സുകൾ കാണും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം നിർബന്ധം എന്റെ അമ്മ പിടിച്ചിരുന്നു. ആ ഒരു തന്നെത്താനായിട്ട് നമ്മൾ അതിലേക്ക് മാറും, ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് പഠിക്കും, ശരണപ്പെടും. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെയൊക്കെ കുട്ടികളോട് കൂടുതലും പറയുന്ന ഏത് കോച്ചിങ് ക്ലാസ്സിലാണ് പോകുന്നത്, ഏത് ട്യൂഷനാണ് പോകുന്നത് എന്നതിലേക്ക് നമ്മുടെ അറ്റൻഷൻ മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനൊക്കെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. വളരെയധികം നേട്ടങ്ങളും നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇതിന്റെ പിന്നിൽ എനിക്ക് തോന്നിയിരുന്നത് എൻ്റെ ദൈവവിശ്വാസവും ശരണവുമായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ 1973-75 ഞാൻ ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ മാർക്ക് വന്നപ്പോൾ ഞാൻ തോറ്റുപോയതായിട്ടായിരുന്നു. മാർക്ക് എഴുതിയെടുത്തതിലൊരു പ്രശ്നമായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഷോക്കായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു കാര്യം ഇന്നും എന്റെ മനസ്സിലുണ്ട്. പറഞ്ഞു, ശരണത്തോടെ പ്രാർത്ഥിക്കുക. അന്നേരം റീവാലുവേഷൻ നമ്മൾ ഇത് കൊടുത്തിരിക്കുകയാണ്. അന്നേരം അമ്മ പറഞ്ഞു തന്നത്,
ശരണത്തോടെ പ്രാർത്ഥിക്കുക. ഈ നീ നിന്റെ അപ്പനോട് എപ്പം ചോദിച്ചു മടുത്ത് തരും. അങ്ങനെ ആയിരിക്കണം നിന്റെ പ്രാർത്ഥന എന്ന് എന്റെ 4ാം ക്ലാസ്സുകാരി ആയിട്ടുള്ള അമ്മ പറഞ്ഞത് ഇപ്പോഴും ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു കിടക്കും. പലപ്പോഴും എയർപോർട്ടൊക്കെ പഠിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്ന പല പ്രതിസന്ധികളിലും തരണം ചെയ്യാൻ സാധിച്ചത് ഈ ദൈവവിശ്വാസവും ദൈവശരണവും. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഈ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ CIL അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ എന്നെ സഹായിച്ചത്, എന്നെ പ്രാപ്തനാക്കിയത് ആ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഈ 1993 ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുക, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് അത് തൊട്ട് 1999 ഇത് ഉദ്ഘാടനം ചെയ്യുന്നവരെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ കുർബാന ഉയർത്തുമ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അതായിരുന്നു, ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ സാധിക്കണേ എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവം അത് കേട്ടു, എന്നെ ഒരു ഉപകരണമാക്കി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പക്ഷെ നമുക്ക് ശരണമാണ്. അത് കഴിഞ്ഞ ശേഷം എന്നെ അവിടുന്ന് മാറ്റി. എനിക്ക് വലിയ വിഷമമായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. 3 കൊല്ലം ഭയങ്കര നഷ്ടത്തിൽ പോയ ആ കമ്പനി ആരെക്കൊണ്ടും ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഗവൺമെന്റിന് തന്നെ തോന്നുകയും എന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത് അത് ഭയങ്കരമായ ലാഭത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിച്ചു. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ആ ഒരു ദൈവവിശ്വാസവും ശരണവുമാണ് എന്റെയൊക്കെ ജീവിതമാർഗം അല്ലെങ്കിൽ ജീവിത വിജയം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളിൽ എനിക്ക് സാധിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു വലിയ ഭാഗ്യവാനുമാണ്. എന്റെ അത്രയും പുണ്യ സ്ഥലങ്ങൾ പോയൊരു വ്യക്തി കാണത്തില്ല. എനിക്ക് തോന്നുന്നു എത്ര അച്ഛന്മാർ പോയിട്ട് കാണില്ല. ഞാൻ ലൂർദിൽ തന്നെ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ഫാറ്റിമയിൽ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ സ്പൈസസ് ബോർഡ് ആകുമ്പോൾ പല രാജ്യങ്ങളിലൊക്കെ പോകാനായിട്ട് അവസരം ഉണ്ടായി. ഞാൻ ഒരിക്കലും ടർക്കിയിൽ ഇസ്താംബൂൾ എന്ന് പറയുന്ന സ്ഥലത്ത് സ്പൈസസ് ബോർഡിന്റെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ എന്റെ തൊട്ടടുത്തിരുന്ന ആള് എന്നെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു, നിങ്ങൾ നിസ്കരിക്കാൻ വരുന്നില്ല എന്ന് ഇംഗ്ലീഷ് ചോദിച്ചു. അന്നേരം അറബി ചോദിച്ചു. എനിക്ക് മനസ്സിലാകാത്ത അറബി ഇംഗ്ലീഷ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിം അല്ല, ഞാനൊരു ക്രൈസ്തവനാണ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കില്ല. അന്നേരം അദ്ദേഹം വലിയൊരു സ്പൈസ് മാനുഫാക്ചറും ട്രേഡറുമായിരുന്നു. അന്നേരം എന്നോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇസ്മീറിൽ പോയിട്ടില്ല എന്ന് ചോദിച്ചു. എനിക്കിത് എവിടെയാണെന്ന് ഒരു പരിചയമില്ല. അന്നേരം പറഞ്ഞു ഇസ്മീറിന്റെ സ്ഥലത്താണ് പേര് പെട്ടെന്ന് നമ്മൾ കൊറിന്ത്യൻസിനും മറ്റ് ഇഫ്യൂസസുകാർക്കുള്ള ലേഖനത്തെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ട് കാണുമായിരിക്കും. ഇഫ്യൂസസില് യോഹന്നാൻ അന്നേരം ഇത് ഇസ്മീർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് അവിടെ വിചാരിച്ചിരുന്നത് മാതാവിന്റെ അവസാന നാളുകളില് യോഹന്നാൻ സ്ലിഹായുടെ ഒപ്പം താമസിച്ചിരുന്ന ഒരു വീടുണ്ട്. അവിടെ ഇപ്പോഴും ആരാധന നടക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്കിതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹം പറഞ്ഞു ഇത് ഇവിടെ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ പോകാതിരുന്ന മഹാമോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ താമസിക്കുന്ന ഹോട്ടലില് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് ഈ ഇസ്താൻബൂളിൽ നിന്ന് ഉദ്ദേശം 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്താലാണ്, അല്ലെ പ്ലെയിനിൽ പോയാലാണ് ഇസ്മീർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുക. അവിടെ നിന്ന് 1 മണിക്കൂർ കൂടെ കാറ് യാത്ര ചെയ്താലാണ് ഈ ഇഫീസസ് എന്ന് പറയുന്നത്. ഇഫീസസ് അവിടെ വലിയ ഒത്തിരിയധികം ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. അദ്ദേഹം എന്നെ ഈ പ്ലെയിൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ഇസ്മീറിൽ വന്നപ്പോൾ ഒരു ജഗുവാർ കാറ് കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവർ തന്നെ എന്നെ റിസീവ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കാണിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാക്കി തിരിച്ചെന്നെ ഇസ്താൻബൂളിൽ തന്നെ കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം അതുണ്ടാക്കി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോകാനും ഇങ്ങനെ ഒരാളെ കാണുവിട്ടാനും ഒക്കെ മാതാവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരുമാതിരി എല്ലാ സ്ഥലത്തും, ലാസ്ലെറ്റിലാണെങ്കിലും മെക്സിക്കോ സിറ്റിയുടെ അടുത്തുള്ള ഗോഡോലിപ്പയിലും ഒക്കെ പോകാനായിട്ട് അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. മാതാവിന്റെ ഒരു പ്രത്യേക
ഒരു 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 കരുതല് കിട്ടിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഒരു സംഗതി ഇല്ല എന്ന് പറയാനായിട്ട്, ധൈര്യപൂർവ്വം പറയാനായിട്ട് എനിക്ക് സാധിക്കും. കാരണം അത് കൂടാണ്ട് ഞാനൊക്കെ എപ്പോഴും ഈ എയർപോർട്ടിന്റെ പണിയുന്ന സമയത്തും ഇപ്പോഴും 1982 തൊട്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും സെന്റ് ആന്റണി എറണാകുളത്ത് കലൂരുള്ള സെന്റ് ആന്റണിയുടെ നൊവേന പറ്റുന്നുണ്ടെങ്കിൽ എറണാകുളത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ പങ്കെടുക്കും. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇതുവരെ ലോകത്തിൽ എവിടെയാണെങ്കിലും ചെല്ലാതെ പോയിട്ടില്ല. പക്ഷെ അതൊക്കെയുള്ള കരുതല്, ആ പ്രൊട്ടക്ഷൻ ആണ് എനിക്ക് തോന്നുന്നത് എന്നെ ഇത്രയും വലുതാക്കിയത്. അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചോ അതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ അടിസ്ഥാനം നമുക്ക് കാർന്നോന്മാർ പകർന്നു തന്ന വിശ്വാസവും ശരണവുമാണ്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമുക്ക് പലർക്കും വിശ്വാസമുണ്ട്, അറ്റ്ലീസ്റ്റ് എന്റെ കുട്ടികൾ ഞാൻ കണ്ടിരിക്കുന്നു, ശരണം എന്ന് പറയുന്നില്ല. ഒരു കാര്യം ഈശോയോട് ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആള് പ്രാർത്ഥനയെ നിർത്തി കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നത് നിർത്തുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട അച്ഛന്മാരും നമ്മുടെ കാർന്നോന്മാരായ നമ്മൾ എല്ലാവരും നമ്മുടെ കുട്ടികളിൽ പകർന്നു കൊടുക്കേണ്ടത് ഈ വിശ്വാസവും ഈ ശരണവുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, ഇവിടെ കൂട്ടായ്മ ഈ വിശ്വാസത്തിനും ശരണത്തിനും മാറ്റുകൂട്ടും എന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.